അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് എത്തി. എന്നെ പിക്കപ്പ് റിസീവ് ചെയ്യാൻ എൻ്റെ വൈഫും കുഞ്ഞും നിൽക്കുന്ന കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ പോയി ഗേറ്റ് തുറക്കട്ടെ. ചെറിയ മഴയുണ്ട്. ഹായ്. ജെസ ജെസ ജെസു അപ്പ വന്നല്ലോ. അപ്പ വന്നടാ. ഫ്രണ്ട്സ്, നമ്മുടെ ചെറിയൊരു ചെറുതാ കുക്കുംബർ ചെടിയെ. അപ്പുറത്തെ വീട്ടിൽ പോയാ? ആ ഉണ്ട്. ഇതിനകത്ത് ഇച്ചിരി വലുതാണ്. ഇത് കുറച്ച് ചെറുത്. ഗസ് വാട്ട്, ഞാൻ ഇന്ന് എന്താ വാങ്ങിച്ചോണ്ട് വന്നേന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, ചിക്കൻ തോരൻ. റോബി വിളിക്കുന്നു. ഒരു മിനിറ്റ് ഫ്രണ്ട്സ്, ഇപ്പം വരാം. ഒരു കോള് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ്. പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു. ഓക്കെ, അപ്പം ഞാൻ പോയി കാറ് കയറ്റിയിട്ടിട്ട് വരാം. ഞാൻ പിന്നെ വന്നു. മഴ പെയ്തുകൊണ്ട് ഓഫ് ചെയ്തതാ. ഇത്ര നേരം ലൈറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു, ഇടിവിട്ടം മഴ. ഇല്ലോ, ഇങ്ങോട്ട് വന്നില്ല. സൈറൻ കേട്ടു. അതാണോ? കേട്ട് സൈറൻ കേട്ട്. നമ്മൾ ആക്ച്വലി -2 ആണ്. ഈ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താഴെ 2 ഫ്ലോറിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു സൈറനും കേട്ടില്ല, കറണ്ടും പോയില്ല. മിക്കവാറും ബോംബൊക്കെ വീണതിന് ശേഷമായിരിക്കും ഞാൻ അറിയും. വെൽക്കം ഹോം. പേടിച്ചെന്നെ വിളിച്ചോണ്ടിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാമായിരുന്നു. ഗൈസ്, ഇതാ നമ്മുടെ വാവയുടെ പുതിയ തൊട്ടിൽ. അപ്പം രേഷ്മയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓടി റൂമിൽ പോകണ്ടെന്ന് വിചാരിച്ച് ഒരു ബാംബു തൊട്ടിൽ വാങ്ങിച്ചു. ഇത് നമ്മുടെ ഇവിടെ ലോക്കൽ ഷോപ്പിൽ വാങ്ങിച്ചതാണ്. അവളുടെ ബാക്കിൽ ടോയ്സ്, അവളുടെ കിളിക്കാൻ പറ്റി. അപ്പ ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. ഇതാ ടെസ്സുടെ പോണി. ഇഷ്ടായി വരുന്നു. ചെറുതായിട്ടൊക്കെ ഇഷ്ടമായി വരുന്നു.
ടിവിയും കാണാം. ഇല്ല, ഇതാവുമ്പോ ടിവിയും കാണാം, കൊച്ചു അടുത്ത്. എടുക്കണ് കറണ്ടില്ല വന്നാ. 9,000 something. 9,125 ഞങ്ങള് രണ്ടുപേരും ഈ വീട്ടിലുള്ളു. ശരിക്കും ഇത്രയും പൈസ വരുമോ 3 ഫേസ് കണക്ഷൻ? കമന്റ് കിടക്കുന്നുണ്ട്. ഇത് ഞങ്ങള് രണ്ടുപേരും ഇവിടെ താമസിക്കുന്നു. ഞങ്ങള് രണ്ടുപേരും താമസിക്കുന്നുള്ള. അച്ചാച്ചൻ ലീവുള്ള ദിവസമൊക്കെ AC ഇട്ടുണ്ട്. രാത്രി ഫുള്ള് AC ഇടും. ഒരു റൂമിലെ AC ഇടത്തുള്ളൂ. ഇല്ല, അമ്മ ഇവിടെ സ്റ്റേ ചെയ്തപ്പോ അച്ചാച്ചൻ മേടിച്ച് താമസിച്ചപ്പോ ഇട്ടാ. എന്നാലും അത് 1 month അല്ലേ? നമുക്ക് നോർമലി ഇത് തന്നെ വരുന്നത് 9,000 8,000 നീ കുറയ്ക്കാം. ഞാൻ ഇത്ര നേരം ലൈറ്റ് ഇല്ലാതെ വീട്ടിൽ ഒന്നാമത് പേടി. Oh my God. Yes. ഇനി മടക്കണമായിരുന്നു. കാണിച്ചോ? ഡൈനിങ് ടേബിൾ തുണി മടക്കാനുണ്ട് ഗൈസ്. അപ്പം അത് പിന്നെ ഓ ശരി മാഡം. ആ ശരി ശരി. ഞാൻ രണ്ടാമത്തെ വീഡിയോ ആണ്. അതിന്റെ ഒരു ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. അത്യാവശ്യം ഡ്രസ് വാരി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ആക്ച്വലി ഇന്ന് നെത്തോലി കറിയും പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ തോരൻ വാങ്ങിച്ചു. നമുക്ക് ചേച്ചിയുണ്ട്. സൂപ്പർ സൂപ്പർ. ഓ തോരൻ കൊള്ളാം, മണമുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കല്ലേ? നിനക്ക് ചോറ് കഴിക്കണ്ടേ? അച്ചാച്ചൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യും. വർക്ക് ഏരിയ ഒറ്റയ്ക്ക് പോകാൻ പേടി. ഇവിടെ റബ്ബർ കാർഡ് ആയതുകൊണ്ട് പുറവശത്ത് ഇതൊക്കെ വരും. ഡൈപ്പർ ആ കവറിനകത്ത് ഇട്ടരാ, ഇൻസ്റ്റാമാർട്ടിന്റെ കവറിനകത്ത്. എടുക്കേണ്ടത് കുക്കർ. ഡയപ്പർ ഇങ്ങനെ ഇവിടെ ഒന്നും കത്തിക്കാൻ പറ്റത്തില്ല. അപ്പം ഡയപ്പർ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് മന്ത്ലി ഒരു മാസം എത്ര പ്രാവശ്യം വരും? ഒരാഴ്ചയിൽ 3 പ്രാവശ്യം. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ആഴ്ചയിൽ 3 പ്രാവശ്യം വരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയപ്പർ. അപ്പൊ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം അവര് വന്ന് എഴുതുന്നു. ഞാൻ ഇതെടുത്തു. ഞാൻ അതിന്റെ അടിഭാഗം താഴെ. Thank you, Achacha. I was waiting for Achacha to get this thing. ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ സെറ്റപ്പ് ആണ്. ഇത് നമ്മൾ വീട് വെച്ചപ്പോ ഇല്ലായിരുന്നു, സെപ്പറേറ്റ് സെറ്റപ്പ് ചെയ്ത്. ഇത് റബ്ബർ കാർഡിന്റെ അടുത്തുള്ള. അത് എപ്പോഴും പറയുന്നത് റബ്ബർ കാർഡിന്റെ അടുത്തുള്ള വീട്. അതുകൊണ്ട് കുറച്ച് ശുശുശുശുസിനെ കാണാറുണ്ട് ഇടയ്ക്ക്. ഞാൻ തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം കണ്ടു? 2 പ്രാവശ്യം കണ്ടു. ഒരു പ്രാവശ്യം കണ്ടത് ഇവിടെയൊക്കെ ഈ കൊമ്പേറി എന്ന് പറയും. എല്ലാ സ്ഥലത്തും എന്ത് പറയുന്ന അറിഞ്ഞൂടാ. കൊമ്പേറി എന്ന് പറഞ്ഞ ഈ മരത്തിലൊക്കെ കയറി ചാടി പോകുന്ന പാമ്പില്ലേ അത്. പിന്നെ ഇന്നലെ കണ്ടേ? ഇന്ന് കണ്ടത് ചേര. അതിന് പോവാൻ സ്ഥലം. അതിപ്പോ ആക്ച്വലി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളെ ഗേറ്റിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മതിലി അടി പോകണം. പാമ്പിന് മതിലി കാണാൻ അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഇവിടെ രാവിലെ അതിനെ ഓടിച്ച് പുറകിലോട്ട് കൊണ്ടുപോയിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ പുറകിൽ കൊണ്ടുപോയി, അത് എവിടെ കൂടെ പോകും? എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയാ ഇതിനകത്ത് മുട്ടയൊക്കെ ഇവിടെ കിടക്കും. കാരണം എന്താണെന്നറിയാമോ? അത് പുറകിലോട്ട് പോകാൻ സ്ഥലമില്ല. അപ്പുറത്ത് വേറെ പോക്കാണ്. ഇപ്പുറത്തെ സൈഡിൽ ആകെ
തോന്നുന്നു. പോയില്ലെങ്കിൽ വീടിനകത്ത് ആ പിന്നെ എല്ലാവർക്കും ഹായ് പറ. ഹായ് പറ. ഓ ഹായ്. ബണ്ണിയെ കാണിച്ചോട്. ബണ്ണി അല്ലല്ലോ, പോണി. പോണിയെ കാണിച്ചോട്. ദിസ് ഈസ് മൈ പോണി. ഓക്കെ, അപ്പൊ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആവാൻ ഞാൻ ഡ്രസ് ഊരിട്ടിട്ട് ഉടനെ കഴിക്കും. ഉണ്ട്. അപ്പോ ഓക്കെ. ഇപ്പോഴാണ് ചോദിക്കണത്. കുഴപ്പമില്ല, പൊക്കമില്ലാത്ത കുള്ളത്തിയുള്ള ഉണ്ട്. ആ ശരി ശരി. അപ്പൊ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് കഴിക്കാം. പൊറോട്ടയും ചിക്കൻ തോരൻ. So delicious. വേണമെങ്കിൽ കാണിച്ചു തരാം. വേണ്ട, ഇന്നാള് വാങ്ങിച്ചതല്ലേ. അതല്ല, ഇത് വേറെ ഇന്നത്തെ പുതിയ ഡിഷ്. ചിക്കൻ തോരന് ഇവിടുത്തെ നെത്തോലിക്കറിയും തോരനും പൊറോട്ട അല്ല, അപ്പമാണ്. ചമ്മന്തി ഉണ്ട്, കഴിക്കാം. കൈ മുറിഞ്ഞോ? എങ്ങനെ? കിച്ചന്റെ അവിടെ പോയില്ലേ, അപ്പൊ ആ മുകളിലത്തെ കൈ തട്ടിയ മുറിയുന്ന പോലെ ബോൾ ഇങ്ങനെ റൗണ്ട് അടന്ന് ആക്കിയിട്ടില്ല. മുറിയോ? യെസ് യെസ്. അച്ഛാ അച്ഛാ മടക്കാൻ പോവുകയാണോ? ക്യാമറ ഒന്ന് പുറത്തോട്ട് പോന്ന് വെച്ചിട്ട് വരാൻ പോണം. ഓക്കെ, എവിടെ പോണ അച്ചാ? എനിക്ക് ചോറ് വെക്കണമായിരുന്നു. ഇല്ല, അപ്പൊ വാവല്ലേ, ഞാൻ എണീക്കുമ്പോ കരയുന്നു. ചാച്ചൻ വന്ന് അവളുടെ കൂടെ ഇരുന്നെങ്കിൽ ഒരു 2 മിനിറ്റ്സിൽ ചോറ് വെച്ചിട്ട് നമുക്ക് ചോറ് പാപ്പം കഴിക്കാം. ശരി, അപ്പൊ നീ ചോറ് വെച്ചിട്ടോ? ചോറ് വെച്ചിട്ടോ? രേഷ്മയുടെ ചോറ് റെഡി. നമുക്ക് കേരള റൈസ് ഇഷ്ടമല്ല. ഈ പൊന്നിയരി അങ്ങനത്തെ റൈസാണ് ഇഷ്ടം. എന്താ പെപ്പ പിഗ്? എവിടുന്ന് കാണാൻ പറ്റൂലല്ലോ. പറ്റൂ, കാണാൻ പറ്റുമല്ലേ? ചെറിയ ബ്ലറായിട്ടൊക്കെ കാണത്തുള്ളായിരിക്കും. കണ്ടോണ്ടിരിക്കും. ശരി, നമുക്ക് കഴിക്കാം. വിസിലായതല്ലേ ഉള്ളൂ, ഇനി ഒരു 5-6 മിനിറ്റ് എടുക്കും. എന്റെ വിസിൽ ഇത് പോയി. എന്റെ അപ്പം ഉണങ്ങി പോവും. അതാ അപ്പം ഒരു കാര്യം ചച്ചൻ കഴിച്ചോണ്ടിരിക്കുക, അപ്പൊ തന്നെ എന്റെ ചോറ് റെഡിയാവും. ആണോ? അതായിരിക്കും നല്ലത്.
ശരി, ഓക്കെ ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ അപ്പം വാങ്ങിച്ചുകൊണ്ടെന്ന് ഉണങ്ങി ചുക്കായി പോയി. ഇവരുടെ ചോറ് റെഡിയാവുമ്പോൾ അല്ല, ഇവരുടെ ചോറ് റെഡിയാവുന്ന നോക്കിയിരുന്ന നമ്മുടെ അപ്പം ചീത്തയായി പോകുമെന്ന് വെച്ചാൽ കട്ടിയായി പോകും. പിന്നെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ പാ കഴിക്കാം. ഇപ്പം പാ കഴിക്കാനായിട്ട് എന്തെങ്കിലും അവൈലബിൾ ആണോ? ഒരെണ്ണം അടിക്കല്ലേ, സാരമില്ല. ഇല്ല, എനിക്ക് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 2 പെഗ്സ് അടിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ലല്ലോ. ഉണ്ടോ ടേസ? ഉണ്ടോ ടേസു? ഉണ്ടോടാ? എൻജോയ്ഡാ ചേച്ചു? ഗ്ലാസ് ഷെയ്ഡ്. ഓക്കെ, ദൈവം തന്ന ബാഗിൽ എന്തിരിക്ക് നമുക്ക് നോക്കാം. ഇവള് റെസ്റ്റ്ലെസ് ആവുന്നു. ആണോ? നോക്ക്. ഞാൻ അപ്പം ഒന്ന് എടുത്തോട്ടെ. അപ്പം എടുത്തിട്ട് ഇങ്ങനെ വെക്കാമോ ക്യാമറ? ക്യാമറ ഇങ്ങോട്ട് വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അതല്ല, ക്യാമറ ഇങ്ങനെ തിരിച്ച് ബോട്ടലിന്റെ അവിടെ. അപ്പം ഇതാണ് അപ്പം. ഇനി എൻ്റെ ചിക്കൻ തോര എവിടെ? ചിക്കൻ തോരൻ വീട്ടില് നെത്തോലി ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. അതെടുക്കട്ടെ. നെത്തോലിയുടെ ഒരു എനിക്ക് എടുത്തുണ്ടോ? നെത്തോലി ഉണ്ട്. തോരൻ ഇഷ്ടമല്ലേ? കണ്ടോ? അവളെ മോളും വേണ്ട പറഞ്ഞോട് മക്കു. നെത്തോലി ഇഷ്ടമല്ലേ അപ്പക്ക്? ഇല്ല, തോരൻ ഇഷ്ടമുണ്ട് അപ്പക്ക്. ഇഷ്ടമുണ്ടെന്ന് പറ. ഇഷ്ടമുണ്ടെന്ന് പറ. ഇങ്ങോട്ട് വരാം, അവളെ വിളിക്ക്. ചിലപ്പോൾ വരും. ടെസു ഇവിടെ ബാ. ഇവിടെ നോക്ക്, അപ്പഴാ നോക്ക്. എന്റെ ബക്കാടി. അയ്യോ, ഇവിടെ നോക്ക്. വാവേ, അപ്പ വിളിക്കുന്നു. വാവേ, അത് വേറെ സാധനം. ടെസു നമ്മള് അവളുടെ മോളാ. മച്ചം ബ്ലാക്ക് ബ്യൂട്ടി. നോക്കട്ടെ. എവിടെയോ ആണ്. നല്ല ബ്ലാക്ക് ആണത്. ആണോ? അവിടെ എവിടെയാണ്. ചേച്ചൻ വിചാരിച്ച് ഞാൻ കുത്തു വരച്ചാണെന്ന്. അത് അവളുടെ മച്ചമാണ്. കണ്ടോ? ആണോ? അത്രയും കണ്ടില്ല. നോക്കാം. ഞാൻ വിചാരിച്ചു ഈ സാധാരണ പിള്ളേരെ എടുത്ത് വെച്ചിട്ട് ഈ മുഖത്ത് കണ്ണുവിടാതിരിക്കാനേ കുത്തൊക്കെ ഇടുമല്ലോ, അതാണെന്ന് വിചാരിച്ചു. നെത്തോലിക്കറിയും തോരന് അപ്പയ്ക്ക് എടുത്തുകൊണ്ട് വരാം. ഓക്കെ,
അപ്പം നമുക്ക് നെത്തോലിക്കറി, അപ്പം, ചിക്കൻ തോരൻ, സാമ്പാറുണ്ടോയെന്ന് അറിഞ്ഞൂടാ, ചമ്മന്തി ഉണ്ട്, ചമ്മന്തി, പിന്നെ അമ്മ ഉണ്ടാക്കിയ അച്ചാർ, ഇത്രയും വെച്ച് ഈ അപ്പം അടിച്ച് വിടാം. Google പറയുമ്പോലെ thoran, mean curry, chicken thoran, appam. Water? You want water? അത് വേണ്ട, വാട്ടർ ഉണ്ട്. വാട്ടർ ഈസ് ഹിയർ. ഈ ഐസുകൾ ഇങ്ങനെ ഇരുന്ന് ഉരുകുന്നത് എൻ്റെ ഈ ഐസുകൾക്ക് സഹിക്കുന്നില്ല. ഈ ഡിംപിൾ കപ്പാടിയെ ഒന്ന് പിടിച്ചായിരുന്നെങ്കിൽ. ഡിംപിൾ ഐസ് ഓൾറെഡി അലിഞ്ഞ് തീരാറായിരുന്നു. സാരമില്ല, ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടാക്കുന്ന ഫ്രിഡ്ജാണ്, എപ്പോൾ ചോദിച്ചാലും ഐസ് തരും. അതുകൊണ്ട് അത് ആ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ ഹോളിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 ഫാനുണ്ട്. ഈ ഫാനിൻ്റെ എല്ലാ ശബ്ദവും കൂടെ ഈ വീഡിയോയ്ക്കകത്ത് കയറി വരും. അതാ പ്രശ്നം. ഫാൻ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ AC എന്ത് അവളുടെ വിശപ്പ് കാരണം ചോറ് വേവാതെ കുക്കർ തുറന്നത്. സാരമില്ല, നീ അങ്ങനത്തെ ഒക്കെ അല്ലേ കഴിക്കുന്നു. രസം എന്താ നോക്കുന്നേ? എന്തോ എന്തോന്ന് പറയുന്നത്? ചോറ് തോഴി എൻ്റെ അപ്പം ഉണങ്ങി. ഞാൻ കാണിച്ചു, അപ്പം ഓൾറെഡി ഉണങ്ങി. അതിൻ്റെ അന്തർകടാകം വരെ എല്ലാം വെളി വന്നു. ഇനി ഇത് ഞാൻ കുതിർത്ത് കഴിക്കണം. സാരമില്ല. ഏത് പാട്ട്? ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നീ കേരള റൈസ് കഴിക്കില്ലെന്ന്. നീ ഇതാണ് വെച്ചത്? ആണോ ഗൈസ്? അപ്പം കേരള റൈസ് കഴിക്കും കേട്ടോ, ഇടയ്ക്കൊക്കെ കഴിക്കും, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കള്ളവുമില്ല. ഓ, ഈ പച്ച കളർ സാധനമൊക്കെ ഉണ്ടെങ്കിൽ കേരള റൈസാണ് നല്ലത് സത്യം പറഞ്ഞ. അത് KFC മേടിച്ച എന്തോ ഇതാണ് അതിൻ്റെ പേര്, മസാല മിരാണ്ടയോ മസാല ഫാൻ്റെ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അതിനകത്തൊരു മസാല ഇടും. എന്താ 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 ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാം. ഇത് ഓൾറെഡി വെള്ളമായി പോയി, അതുകൊണ്ട് ഞാൻ ഇത് കളഞ്ഞിട്ട് അതെന്താണിത്? This is occasionally. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചിക്കൻ തോരൻ എടുക്കാം. നീ വാങ്ങിച്ചില്ല, ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ അവിടെ തന്നെ? അതെ, അതാണോ? എക്സാക്ട്ലി അതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ.
പേര് പേര് ഞാൻ നോക്കിയില്ല. ആ കൈ ഇത് വെച്ച് ആദ്യം കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കട്ടോ. കൊള്ളാമോ? കൊള്ളാം. ഓതന്റിക്കാ. കേരള ടേസ്റ്റ്. ബോൺലെസ് ആണ്. ഇവിടെ നോക്കിയാൽ വളരെ കയ്യിലെടുത്ത് വെച്ചേക്കും. കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ചു നോക്കാം. താങ്ക്സ് ടു ചേച്ചി. മീൻകറി എടുക്കാം. യെസ് ഗൈസ്. എന്തോ നോക്കിയ കൈ അവളുടെ വളം ഊരി അവള് കൈ വെച്ചേ. ഇന്നത്തെ മദ്യപാനം കഴിഞ്ഞു. ശരി, അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലവ് ചെയ്യണം, ഞങ്ങളുടെ ടെസ്സേ നോക്കണം, എല്ലാം പറ്റുന്നതൊക്കെ എല്ലാം ചെയ്യാം. ഇനി ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. സിനിമയൊന്നുമില്ലല്ലോ ഇന്ന്. പക്ഷെ വിക്രമിന്റെ ഒരു തമിഴ് പടം ഉണ്ടല്ലോ, വീരധീര സൂര. നിങ്ങളും കാണും, ഞങ്ങളും കാണാം. അതേ ചാനല്. അപ്പൊ അതറിഞ്ഞൂടാ, ഏതോ ഒരു OTT-ക്കകത്തുണ്ട്. ശരി, അപ്പം ബൈ. ബൈ ഫ്രം അനീഷ് രാജു എസ് ആൻഡ് ഫാമിലി. യെസ്.